മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഞ്ജു തൻ്റെ ഫോണിലേക്ക് വന്ന മേഘൻ്റെയും മാനസയുടെയും ഫോട്ടോ കാണിച്ചുകൊണ്ട് മേഘനെ വലിച്ചു കയറുമ്പോൾ അത് കണ്ട് ശരിക്കും ഭയപ്പെടുന്നുണ്ട് കേട്ടോ മേഘൻ. പക്ഷേ ഇതെല്ലാം ശത്രുക്കൾ ഒപ്പിച്ച പണിയാണെന്നും നിൻ്റെ ഏട്ടനും മഹാലക്ഷ്മി തന്നെയായിരിക്കും ഇതിൻ്റെ പുറകിലെന്നെല്ലാം പറഞ്ഞുകൊണ്ട് മേഘൻ മഞ്ജുവിനെ കൺവിൻസ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ മഞ്ജു പറയുന്നുണ്ട്, തൽക്കാലം നിങ്ങൾ പറയുന്നതെല്ലാം ഞാൻ വിശ്വസിക്കാം, പക്ഷേ എന്നെങ്കിലും തക്ക തെളിവ് എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ സംസാരത്തിന് ശക്തിയൊന്നും ഉണ്ടാവില്ല എന്ന് മേഘന് മുന്നറിയിപ്പ് നൽകുകയാണ് കേട്ടോ മഞ്ജു ചെയ്യുന്നത്. അങ്ങനെ കാര്യങ്ങളെല്ലാം പിടിവിട്ട് പോയി എന്ന് മനസ്സിലാക്കുന്ന മേഘനാണെങ്കിൽ നേരെ സാഗറിനെ വിളിച്ച് ഞാനും മാനസിയും ഒരുമിച്ചുള്ള ഫോട്ടോ എന്തിനാണ് മഞ്ജുവിൻ്റെ ഫോണിലേക്ക് അയച്ചു കൊടുത്തത് എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും അറിയില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ സാഗർ. അങ്ങനെ സാഗറിൽ നിന്നും സാഗറിനോട് സംസാരിക്കുന്നതെല്ലാം മേഘൻ സംസാരിക്കുന്നതെല്ലാം വ്യക്തമായിട്ട് തന്നെ മഞ്ജു കേൾക്കുന്നുണ്ട്. അതോടുകൂടി തന്നെ മേഘൻ തന്നെ ചതിക്കുകയായിരുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന സത്യം മഞ്ജു തിരിച്ചറിയുന്നുണ്ട് കേട്ടോ. പിന്നീട് മേഘനാണെങ്കിൽ ഇതെല്ലാം ചെയ്തിരിക്കുന്നത് കണ്ണനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് കണ്ണൻ്റെ നേരെ പൊട്ടിത്തെറിക്കുന്നുണ്ട് കമലേശ്വരത്ത് ചെന്നിട്ട്. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, നീ നിൻ്റെ മുറപ്പെണ്ണിനെ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവളെ നന്നായിട്ട് നോക്കേണ്ട കടമ നിനക്ക് മാത്രമാണ്. മാത്രമല്ല നിൻ്റെ കുടുംബത്തിൽ എന്തെങ്കിലും അലോസരങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നീ കാരണം മാത്രമായിരിക്കും. അതെല്ലാം നേരെയാക്കേണ്ട ചുമതല നിനക്ക് മാത്രമാണ്. അതെല്ലാം എൻ്റെ ഭാര്യയുടെയും തലയിൽ കെട്ടിവെക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് മേഘന് നല്ല മറുപടി തന്നെ കണ്ണൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് ദുർഗയും കരുണയും മേഘനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നടന്നതെല്ലാം മേഘൻ അവരോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദുർഗ പറയുന്നുണ്ട്, നിങ്ങളെ തമ്മിൽ വേർപിരിക്കാനായിട്ട് അവരെ ഞങ്ങൾ ഒരിക്കലും അനുവദിക്കില്ല, ഞാൻ അവളോട് സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എന്നെല്ലാം മേഘനോടായിട്ട് പറയുന്നുണ്ട് കേട്ടോ ദുർഗ. പിന്നീട് മഞ്ജു ആണെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള സത്യങ്ങൾ അറിയാൻ തന്നെ തീരുമാനിച്ചുറപ്പിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് തൻ്റെ ഫോണിലേക്ക് ഫോട്ടോ അയച്ചു തന്ന ആളെ വിളിക്കുകയും നേരിട്ടൊന്ന് കാണണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ സാഗറാണ് തനിക്ക് ഫോട്ടോ അയച്ചു തന്നത് എന്നൊന്നും അറിയാതെയാണ് കേട്ടോ മഞ്ജു ചെല്ലുന്നത്. അപ്പോൾ അവിടെ നിന്നും തനിക്ക് ഫോട്ടോ അയച്ചു തന്നത് സാഗറാണെന്ന് മനസ്സിലാക്കുന്ന മഞ്ജു ശരിക്കും ഞെട്ടുന്നുണ്ട്. തുടർന്ന് മേഘനെക്കുറിച്ചുള്ള സകല രഹസ്യങ്ങളും മഞ്ജു സാഗറിൽ നിന്നും മനസ്സിലാക്കിയെടുക്കുന്നുണ്ട്. മാനസ മേഘൻ്റെ ആദ്യ ഭാര്യയാണെന്നും അതിലൊരു കുട്ടിയുണ്ട്, പേര് അപ്പു ആണെന്നും സാഗർ പറയുന്നത് കേട്ട് തകർന്ന് തരിപ്പണാവാണ് കേട്ടോ മഞ്ജു ചെയ്യുന്നത്. പിന്നീട് അങ്ങനെ കണ്ണനെയും മഹാലക്ഷ്മിയും തമ്മിൽ വേർപിരിക്കാൻ വേണ്ടിയിട്ടാണ് മേഘൻ എന്നെ ഫിനാൻസിലേക്കൊക്കെ പറഞ്ഞു വിട്ടത്. അതായത് മഹാലക്ഷ്മിയോട് മേഘൻ വിവാഹത്തിന് മുൻപ് തന്നെ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരുടെ കല്യാണത്തിന് ശേഷം മഹാലക്ഷ്മിക്ക് മുഖം കൊടുക്കാതെ മേഘൻ നടന്നത്. അങ്ങനെ മേഘനെക്കുറിച്ചുള്ള A to Z കാര്യങ്ങളും സാഗർ മഞ്ജുവിനെ അറിയിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സാഗർ പറയുന്നതിൽ നിന്ന് തന്നെ കണ്ണേട്ടനും ഏട്ടത്തിയും തനിക്ക് മുന്നറിയിപ്പ് തന്നതെല്ലാം ശരിയായിരുന്നു, എല്ലാം സത്യമായിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം ഞെട്ടലോടെ മഞ്ജു തിരിച്ചറിയുന്നുണ്ട്. താൻ എല്ലാം കൊണ്ടും ചതിക്കപ്പെട്ടു എന്നറിഞ്ഞ് വല്ലാതാവുന്നുണ്ട് കേട്ടോ മഞ്ജു. പിന്നീട് അങ്ങനെ മഞ്ജു മേഘൻ്റെ ഫോണിൽ നിന്നും മാനസയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം എടുക്കുന്നുണ്ട്. എന്നിട്ട് മാനസയെ നേരിട്ട് കാണാൻ തന്നെ തീരുമാനിച്ചുറപ്പിക്കുകയാണ് കേട്ടോ. പിന്നീട് ഇതിനെക്കുറിച്ചെല്ലാം മഞ്ജുവിനോടായിട്ട് സീമന്തിന് ചോദിക്കുമ്പോൾ എൻ്റെ ഭർത്താവ് മറ്റൊരു പെണ്ണിന് മനസ്സ് കൊടുത്തു എന്നറിഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് സഹിക്കാൻ കഴിയില്ല, മിണ്ടാതിരിക്കാൻ കഴിയില്ല, ഇതിനൊരവസാനം ഉണ്ടാക്കിയിട്ട് എനിക്കിനി വിശ്രമമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മാനസയെ കാണാനായിട്ട് പോകാൻ തുടങ്ങുകയാണ് കേട്ടോ മഞ്ജു. ഇതേ സമയം തന്നെ മേഘൻ അവിടേക്ക് വരുന്നുണ്ട്. മേഘനാണെങ്കിൽ ഇനി ഒന്നും നോക്കാനില്ല, മഞ്ജു ഏതായാലും സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞു, ഇനി മുന്നും പിന്നും നോക്കിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാനസയെ കാണാൻ പോകാൻ തുടങ്ങുന്ന മഞ്ജുവിനെ തടഞ്ഞു നിർത്തുന്നുണ്ട് കേട്ടോ മേഘൻ. ഇതുവരെ മോളെ എന്നൊക്കെ വിളിച്ചുകൊണ്ട് മഞ്ജുവിനെ പഞ്ചാര വർത്തമാനങ്ങളൊക്കെയാണല്ലോ മേഘൻ പറഞ്ഞിരുന്നത്. പക്ഷേ മേഘൻ്റെ മറ്റൊരു മുഖം കണ്ട് മഞ്ജു തന്നെ ശരിക്കും ഭയപ്പെടുന്നുണ്ട് കേട്ടോ. മേഘൻ ശരിക്കും തൻ്റെ തനി സ്വരൂപം മഞ്ജുവിൻ്റെ മുന്നിൽ പുറത്തെടുക്കുന്നുണ്ട്. മേഘൻ്റെ ആ ക്രൂരത കണ്ട് ഭയന്ന് വിറയ്ക്കുകയാണ് കേട്ടോ മഞ്ജു. കാരണം താൻ ഇതുവരെ മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന മുറച്ചെറുക്കൻ്റെ ആ രൂപം കണ്ട് ശരിക്കും ഒരു ക്രൂരത കണ്ട് മഞ്ജു വല്ലാതാവുന്നുണ്ട്, വല്ലാതെ തന്നെ ഭയപ്പെടുന്നുണ്ട്. ഒരു പക്ഷേ മഞ്ജുവിനെ മേഘൻ എന്നേക്കുമായിട്ട് വീട്ടു തടങ്കലിലാക്കാനും സാധ്യതയുണ്ട്. അതായത് പുറത്തേക്കൊന്നും വിടാതെ ആരും കാര്യങ്ങളൊന്നും അറിയാതെ മഞ്ജുവിനെ ക്രൂരമായിട്ട് തന്നെ അവിടെ വീട്ടിൽ തന്നെ വയ്ക്കാനും സാധ്യതയുണ്ട്. ഇതേ സമയം മാർക്കോ ആണെങ്കിൽ മേഘൻ്റെ ആ കുടുംബം കുട്ടിച്ചോറാക്കി എന്നാലോചിച്ച് ലോപ്പസിനോടും സാഗറിനോടൊക്കെ അതിനെക്കുറിച്ച് പറഞ്ഞ് സന്തോഷിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും കണ്ണൻ സാറിനോട് ഇങ്ങനെയൊരു ക്രൂരത ചെയ്ത
മേഘന് തന്നെ പെണ്ണ് കേസിൽ പെടുത്തിയ മേഘന് ഇങ്ങനെ ഒരു തിരിച്ചടി കൊടുക്കാൻ കഴിയുന്നതിലുള്ള ഒരു സന്തോഷമാണ് കേട്ടോ മാർക്കോയ്ക്കുള്ളത്. അങ്ങനെ മഹാലക്ഷ്മി സീരിയലിൻ്റെ കിടിലനായിട്ടുള്ള എപ്പിസോഡുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം.